ഹായ് ഡിയേഴ്സ്, അപ്പം ഇന്ന് നമ്മുടെ ചാനലിൽ ഷാനയുടെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് 8 ഇയേഴ്സ് ആയിട്ടുണ്ട്. അപ്പം ഞാനിത് ഈ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്യുന്ന മുന്നേ തന്നെ കുറച്ച് കാര്യങ്ങൾ എന്താ പറയുക, ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ പർച്ചേസ് ചെയ്തിരുന്നു. അപ്പോൾ അത് അവൾ അറിയാതെ ഞാൻ അവളില്ലാത്ത സമയം നോക്കിയിട്ട് ഇതുപോലെയൊക്കെ പാക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക, സ്കിപ്പ് ചെയ്യാതെ. അവൾക്ക് സർപ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് October 7th ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. October 6 അവളുടെ ബർത്ത്ഡേ. മദ്രസ ഉള്ള കാരണം തന്നെ അവള് കാലത്ത് എഴുന്നേറ്റ് ചായ കുടിച്ചിട്ട് മദ്രസയിലോട്ട് പോവാൻ റെഡി ആവുകയാണ് കേട്ടോ. അപ്പോൾ അന്ന് സൺഡേ കൂടിയാണ് കേട്ടോ. പിന്നെ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ പിറ്റേന്ന് തിങ്കളാഴ്ചയാണ് സ്കൂളിലൊക്കെ കൊണ്ടുപോയത്. അപ്പൊ മൈലാഞ്ചിട്ടത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോ ആണ് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് ആള് കുളിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഡെക്കറേഷൻ ഞാൻ തന്നെ ചെയ്തതാണ് കേട്ടോ. നമ്മുടെ അടുത്ത ഷോപ്പിൽ നിന്ന് ഇതുപോലെ ബലൂൺസ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഞാൻ തന്നെ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഒരു വയസ്സ് മുതൽ 7 വയസ്സ് വരെ ഇതുപോലെയൊന്നും അവൾക്ക് ചെയ്തിട്ടില്ല. നമ്മൾ വീടിരുന്നിട്ട് ആദ്യത്തെ ബർത്ത്ഡേ കൂടിയാണ് കേട്ടോ. അപ്പൊ അവളുടെ ഒരു മെമ്മറിയിൽ ഇത്രയും കളർഫുൾ ആയിട്ട് ചെയ്തു എന്നുള്ളത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഈ ഒരു പോപ്പർ ഞാൻ കൈകൊണ്ട് തൊടുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇത്രയും വലിയ സൗണ്ട് വരുന്നുള്ളത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മളെ മിന്നൂസ് നെട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളത് അപ്പൊ കേക്ക് ഇതുപോലെ നമ്മൾ അടുത്ത ഷോപ്പിൽ തന്നെ ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ 1 വയസ്സ് മുതൽ 7 ഏജ് വരെയുള്ള ഫോട്ടോസ് ഒക്കെയാണ് കാണിക്കുന്നത്. ഞാൻ 1 വയസ്സിൽ കേക്ക് മുറിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ എൻ്റെ കയ്യിൽ ഫോട്ടോസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെ ഇവിടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 6, 7, 8 ഈ 3 ബർത്ത്ഡേക്കും എനിക്ക് നാട്ടിലില്ലാട്ടോ. ഞങ്ങൾ തനിച്ച് തന്നെയാണ് ആഘോഷിച്ചത്. പിന്നെ 2ാമത്തെ വയസ്സില് ഇക്കാന്റെ വീട്ടിലും അതേപോലെ എൻ്റെ വീട്ടിലും പോയിട്ട് ഓരോ കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇക്കല്ലാത്ത ബർത്ത്ഡേ ആണ് ഇത്, ഈ 8th ബർത്ത്ഡേ കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇവളെ കണ്ണു പൊത്തിയിട്ട് സർപ്രൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വരുന്നത്. അവൾക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഞാനൊരു സംഭവം ഒന്ന് വാങ്ങിച്ചു വെക്കുമെന്നുള്ളത്. പക്ഷെ പെട്ടെന്ന് കണ്ടപ്പോൾ ആളുടെ മുഖത്ത് വലിയൊരു സർപ്രൈസിങ് ഒന്നും തോന്നിയില്ല കേട്ടോ. പക്ഷെ ആൾക്ക് ഒരുപാടധികം സന്തോഷമായിട്ടുണ്ട്. പിന്നെ ഇതിലും ബിഗ് സർപ്രൈസ് ഇക്ക ഗിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം ഓണത്തിന്റെ ഒരു വെക്കേഷനിൽ അവൾക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മളൊരു സൈക്കിൾ വാങ്ങിച്ചിരുന്നു. അപ്പൊ ആ ഓണത്തിന്റെ ഒരു 1 വീക്ക് ഗ്യാപ്പിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയം ഫ്രീ ആയിട്ട് ഓടിക്കാനൊക്കെ പറ്റുമെന്ന് വിചാരിച്ചിട്ട് അതിന് ശേഷമുള്ളൊരു സർപ്രൈസിങ് ആണ് നമ്മുടെ ഈ ഒരു ബർത്ത്ഡേയും ഈ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ അവള് ഇതെങ്ങനെയാണ്, എവിടെ നിന്നാണ് വാങ്ങിച്ചത്, അല്ലെങ്കിൽ ഇത് എപ്പോഴാണ് വെച്ച് വാങ്ങിച്ചെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ എന്തെങ്കിലും വാങ്ങാനൊക്കെ ആയിട്ട് ഷോപ്പിൽ പോകുമ്പോൾ ഇടയിൽ ഇതുപോലെ സമയങ്ങളൊക്കെ വാങ്ങും. ചിലത് ഓൺലൈനായിട്ട് വന്നതും ഉണ്ട്. അപ്പോൾ ഓരോന്നിങ്ങനെ പൊട്ടിച്ചിട്ട് അവള് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അതിന്റെ ഉള്ളിൽ എന്താന്നുള്ളത്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. പിന്നെ നമ്മളിത് വലിയ ആർഭാടാക്കാനോ അല്ലെങ്കിൽ നമ്മളടുത്ത് ഒരുപാട് ക്യാഷ് ഉണ്ടായിട്ടോ ഒന്നും ചെയ്യുന്നതല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു 1 ഇയർ മുതൽ 7 ഇയർ വരെ ഇവൾക്ക് ഒരു കേക്ക്, ജസ്റ്റ് ഒരു കേക്ക് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബോക്സിൽ എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു 4 വയസ്സാകുമ്പോൾ ഒരു സൈക്കിൾ ഇതുപോലെ ചെറുത് വാങ്ങിച്ചു കൊടുത്തിരുന്നു. അപ്പൊ അവൾ ഇത്തിരി ഹൈറ്റ് വെച്ച കാരണം തന്നെ അവൾക്ക് ആ സൈക്കിള് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായപ്പോഴാണ് നമ്മൾ ഇപ്രാവശ്യം അവൾക്ക് സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തത് കേട്ടോ. അപ്പൊ പിന്നെന്ന് പറയാന്, നമ്മുടെ ചെറുപ്പകാലത്തിലൊന്നും നമുക്കിത് ഇങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല എന്ന് വെച്ച് നമ്മളതൊരു വിഷമായിട്ട് എടുക്കുന്നില്ല കേട്ടോ. കാരണം നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കും ആ ഒരു സാഹചര്യം ആയതുകൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനൊന്നും ചെയ്തു തരാൻ പറ്റാത്തത്. അപ്പൊ ഇപ്പൊ നമ്മൾ വലിയ നിലയിൽ ആണെന്നല്ല പറയുന്നത്, എന്നാലും നമ്മുടെ മക്കള് സന്തോഷിച്ച് കാണുന്നതായിരിക്കും ഏതൊരു അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഉമ്മാക്കോ ഉപ്പാക്കോ ഉണ്ടാവുക. മക്കള് സന്തോഷിച്ച് കാണുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ എങ്ങനെയെങ്കിലും അവരെ സന്തോഷിപ്പിക്കാനായിട്ടായിരിക്കും നോക്കുന്നത്. അപ്പൊ അത് വലിയ ചെലവും കാര്യങ്ങളൊക്കെ ഒന്നും അല്ല. പിന്നെ ഇതിൽ കാണിക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങളും അവൾക്ക് യൂസ് ആക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വാങ്ങിച്ചത് കേട്ടോ. പിന്നെ അവള് കുറെ ദിവസങ്ങളായിട്ട് പറയുന്ന സാധനങ്ങളുണ്ട്, വാട്ടർ ബോട്ടില്, അതേപോലെ ആ ബാഗ് കാര്യങ്ങള്. ഇതൊക്കെ ഇപ്പൊ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ അവൾക്ക് യൂസ്ഫുൾ ആകുന്ന സാധനമാണ്. നമ്മൾ അനാവശ്യമായിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ അവള് ഇതുപോലെ ഓരോ ബോക്സ് ഒക്കെ തുറന്നിട്ട് ഇങ്ങനെ കാണിച്ചു തരാണ് കേട്ടോ എന്തൊക്കെയാണ് അതിനുള്ളിലുള്ളതെന്നല്ല. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വയസ്സ് മുതൽ 7 വയസ്സ് വരെ ഒന്നും ഇതുപോലെ ചെയ്തിട്ടില്ല. ജസ്റ്റ് കേക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. നമ്മളിപ്പോ പുതിയ വീട് വെച്ചിട്ട് അധികമായിട്ടില്ല. അപ്പൊ അവിടെ നിന്നുള്ള ആദ്യത്തെ ബർത്ത്ഡേ കൂടി ആയതുകൊണ്ടാണ് അവളുടെ ഒരു മൈൻഡിൽ എൻ്റെ ഒരു ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിച്ചല്ലോ, ഇത്രയും കളർഫുൾ ചെയ്തിട്ടുണ്ടല്ലോ എന്നത് വിചാരിച്ചിട്ട് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെയൊക്കെ ചെയ്യുന്നത്. ഇതുവരെ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ തീം ചെയ്തിട്ടോ ഒന്നും അവൾക്ക് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു ടേബിളിൽ വെച്ചൊരു കേക്ക് കട്ടിങ് അത്രയും നമ്മൾ നടത്താറുള്ളൂ.
അപ്പോൾ ഇനി രണ്ട് മാസം കഴിഞ്ഞാൽ നമ്മളെ മിന്നൂസിന്റെ ബർത്ത്ഡേ കൂടി വരികയാണ് കേട്ടോ. ആദ്യത്തെ ബർത്ത്ഡേ ആണ്. ഇൻഷാല്ലാ അങ്ങനെയൊക്കെ ആഘോഷിക്കണം എന്നൊക്കെ ഉണ്ട്. അതിനുള്ള ആയുസ്സും ആരോഗ്യം പടച്ചോൻ തരട്ടെ. അപ്പോൾ ഞാനീ പറയുന്നതിനിടയിൽ അവളെല്ലാ ഗിഫ്റ്റുകളും പൊട്ടിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. വേറെ ബോക്സ് ഒന്നും ഇല്ലാത്ത കാരണം ടിഷ്യൂന്റെ ബോക്സിലൊക്കെയാണ് കേട്ടോ ഞാൻ കുത്തി നിറച്ചേക്കുന്നത്. കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതൊന്നും അറിയില്ലല്ലോ. അപ്പം ആള് ഇതൊക്കെ കൊടുത്തപ്പോ കൊടുത്ത പാട് വലിയൊരു എക്സൈറ്റ്മെന്റ് ഒന്നും കാണിച്ചില്ല കേട്ടോ. എന്നാലും ആള് കഴിഞ്ഞിട്ട് പറഞ്ഞ ഒരുപാട് സന്തോഷമായി. പിന്നെ അവൾക്കിങ്ങനെ കിട്ടണം എന്ന് വാശി പിടിക്കുന്ന ഒരാളൊന്നുമല്ല. അപ്പൊ പറയും നമ്മളെല്ലാം സാധിപ്പിച്ചു കൊടുക്കണോണ്ടാണ് വാശി ഇല്ലാത്തത് എന്ന് വിചാരിക്കും. അങ്ങനെയല്ല കേട്ടോ. അവൾക്ക് അവളോട് ഇല്ല എന്ന് പറഞ്ഞാല് അവൾ അതിനോട് പൊരുത്തപ്പെടാറുണ്ട്. അല്ലാണ്ട് ഇന്ന സാധനം വേണം അല്ലെങ്കിൽ അത് എനിക്ക് വാങ്ങി തരാൻ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ ഒരു സന്തോഷത്തിന് ചെയ്തു കൊടുക്കുന്നേ ഉള്ളൂ. ഇതിലൊന്നും എനിക്ക് എന്താ പറയാ ആവശ്യമില്ലാത്ത സാധനമായിട്ട് എനിക്ക് ഒന്നും തന്നെ തോന്നിയിട്ടില്ല കേട്ടോ. ഒക്കെ അവൾക്ക് ഇപ്പോഴായാലും ഭാവിയിലേക്കായാലും ആവശ്യമുള്ള ഐറ്റംസ് മാത്രമേ ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇത് വലിയ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നുമല്ല. ഓൺലൈനിൽ ഒരു 1-2 പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഇടയ്ക്ക് പുറത്ത് പോകുമ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച ചെറിയ ചെറിയ ഐറ്റംസുകളാണ് കേട്ടോ. എല്ലാം പെട്ടെന്ന് തന്നെ വാങ്ങിച്ചൊപ്പിച്ചതൊന്നും അല്ല. കുറച്ചായിട്ട് ഇവൾക്ക് കൊടുക്കാനായിട്ട് കൂട്ടി വെച്ചതാണ് കേട്ടോ. പിന്നൊരു വിഷമം എന്ന് വെച്ചാൽ അന്നത്തെ ദിവസം സ്കൂൾ ഉണ്ടായിരുന്നില്ല. ആ ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ആ ബർത്ത്ഡേന്റെ അന്ന് പുതിയ ഡ്രസ്സൊക്കെ മാറ്റി അന്ന് തന്നെ പോകുമ്പോ ഒരു പ്രത്യേക സന്തോഷമായിരിക്കില്ലേ. എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ദിവസം മൺഡേ ആണ്. അവള് ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ പോയത്. എന്നിട്ട് സ്കൂളിൽ പോയിട്ട് അവരുടെ കുട്ടികൾക്ക് ചോക്ലേറ്റ് ഒക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് വിഷ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഞാൻ ഇതിന്റെ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഫോണിൽ നിന്നും ഇത് മിസ്സായാലും ആ ഒരു മെമ്മറി എപ്പോഴും എന്താ പറയുക ചാനലില് അല്ലെങ്കിൽ യൂട്യൂബിലോ ഉണ്ടാകും എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ. അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ ആ ഫോണിൽ തന്നെയല്ലേ സൂക്ഷിക്കുക. അപ്പൊ ഇവര് വലുതായി കഴിഞ്ഞു കഴിഞ്ഞാലും അവർക്കത് എടുത്ത് കാണാനും എന്റെ ചെറുപ്പം ഇങ്ങനെ ആയിരുന്നു. അല്ലെങ്കിൽ അപ്പൊ എന്റെ ചെറുപ്പത്തില് ബർത്ത്ഡേ ഇതുപോലെയൊക്കെ ആഘോഷിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര കളർഫുൾ ആയി ചെയ്തിട്ടുണ്ട് എന്നൊക്കെ എന്താ പറയാ കാണുമ്പോ അവർക്കും ഒരുപാട് സന്തോഷമായിരിക്കുമല്ലോ. അപ്പം ലാസ്റ്റ് ഇതുപോലെ ഞാൻ അതിന്റെ കൂടെ ഒരു ഡ്രസ്സും ഇതുപോലെ വാങ്ങിച്ചിട്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പൊ ഇതെല്ലാം ഞാൻ അവളറിയാതെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ആൾക്കൊരു ഇതെന്താ പറയാ ഇതെങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തെന്നുള്ളതാണ് കേട്ടോ. കാരണം ഒരു തരി പോലും അവൾക്ക് സംശയം വരാത്ത വിധത്തിലാണ് ഞാനത് ഓരോന്നും വാങ്ങിച്ചതും പാക്ക് ചെയ്തതും എല്ലാം കേട്ടോ. അപ്പൊ ആള് ഒരുപാടധികം ഹാപ്പിയാണ്. പിന്നെ അതേപോലെ തന്നെ സ്കൂളിൽ പോയിട്ട് അവർക്ക് മിഠായിയൊക്കെ കൊടുത്തു. അവളെ വിഷ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ബർത്ത്ഡേ വ്ലോഗ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് താഴെ കമന്റ് ചെയ്യുക കേട്ടോ. പിന്നെ കുറേ കൂട്ടുകാർ ഇതുപോലെ എന്താ പറയുക നമ്മുടെ വീഡിയോസ് കാണാറുണ്ട്, പക്ഷെ സബ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ ഇന്നലെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി നെക്സ്റ്റ് നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.